നമസ്കാരം. നാടിനെ നടുക്കിയ ഒരു കൊലപാതക കഥയായി മാറുകയാണ് കഴിഞ്ഞ ദിവസം വിധി വന്ന നെയ്യാറ്റിൻകര ഷാരോൺ വധക്കേസ് എന്ന് പറയാം. ഇപ്പോൾ ഷാരൂണിന്റെ വധക്കേസിൽ ഇപ്പോൾ പ്രധാന പ്രതിയായിരിക്കുന്ന ഷാരൂണിന്റെ മുൻ കാമുകി ഗ്രീഷ്മയിലേക്ക് തന്നെയാണ് ഈ കേസ് അവസാനം എത്തിയിരിക്കുന്നത്. നെയ്യാറ്റിൻകര അഡീഷണൽ സെക്ഷൻ കോടതി ഇന്ന് വിധി പറയാനിരിക്കുകയാണ്. 3 വർഷത്തെ വിചാരണയ്ക്ക് ശേഷമാണ് കോടതി ഇപ്പോൾ വിധി പറയുന്നത്. അഡീഷണൽ സെക്ഷൻസ് ജഡ്ജി AM ബഷീർ ആണ് വിധി പറയുന്നത്. ഒന്നാം പ്രതി ഗ്രീഷ്മ കാമുകൻ ഷാരൂൺ രാജിനെ വീട്ടിലേക്ക് ക്ഷണിച്ച് കഷായത്തിൽ വിഷം കലർത്തി നൽകി കൊലപ്പെടുത്തിയതെന്നാണ് കേസ്. കഷായത്തിലും മുൻപ് പലപ്പോഴും ജ്യൂസിലും വിഷം കലർത്താൻ ശ്രമിച്ചിരുന്നു. 100ഓളം പാരസെറ്റമോൾ ഗുളിക കയ്യിൽ പൊടിച്ചു വെച്ച് ലയിപ്പിക്കുന്ന രീതിയിൽ തന്നെ ഒഴിച്ചു കൊടുക്കാൻ കണക്കാക്കി കയ്യിൽ വച്ചിരുന്ന ഒരു പ്രതിയാണ് ഈ പറയുന്ന കാമുകി എന്നറിയപ്പെടുന്ന ഗ്രീഷ്മ. പലപ്പോഴും തന്നെ ഷാരൂണിനെ കൊലപ്പെടുത്താൻ ശ്രമിച്ചതായി തന്നെ എല്ലാവരും പറയുന്നുണ്ട്. ഇത് തന്നെ പ്രേരണാ കുറ്റത്തിലും അല്ലെങ്കിൽ കൊലപാതക കുറ്റത്തിന്റെ അടിയിൽ പോലും വരുന്ന ഒന്നാണെന്ന് പറയാം. പ്രണയബന്ധത്തിൽ നിന്നും പിന്മാറാത്തതാണ് കൊലപാതകത്തിൽ കലാശിച്ചത്. പ്രോസിക്യൂഷന്റെയും പ്രതിഭാഗത്തിന്റെയും അന്തിമവാദം സാഹചര്യത്തിലുള്ള വിധിയാണ് ഇന്ന് പറയുന്നത്. സൈന്യത്തിന് ജോലിയുള്ള വ്യക്തിയുമായി വിവാഹം തീരുമാനിച്ചതിന് പിന്നാലെ ഷാരൂണിനെ ഒഴിവാക്കാൻ ഗ്രീഷ്മ തീരുമാനിച്ചെന്നും പോലീസ് കണ്ടെത്തി. കാമുകി എന്നും കാമുകി തന്നോടൊപ്പമേ നിൽക്കൂ എന്നും ഷാരൂൺ വിശ്വസിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ ഗ്രീഷ്മയുടെ കഷായത്തിലും ജ്യൂസിലും ആയിരുന്നില്ല വിഷം, മനസ്സിലായിരുന്നു വിഷം എന്നാണ് ഇപ്പോൾ എല്ലാവരും വിധിയിൽ പറയുന്നത്. ഗ്രീഷ്മയുടെ മനസ്സിലായിരുന്നു വിഷമെന്നും ഗ്രീഷ്മ തന്നെയാണ് വിഷത്തിന്റെ രൂപത്തിൽ ഇതെല്ലാം തന്നെ പുറത്തെത്തിച്ചതെന്നും പറയുന്നു. ഗ്രീഷ്മയും അമ്മയും അമ്മാവനുമാണ് കേസിലെ പ്രധാന പ്രതികൾ. അമ്മയ്ക്ക് ഇന്നലെ കേസിൽ നിന്ന് ഒഴിവാകാൻ സാധിച്ചു. എന്നാൽ ഗ്രീഷ്മയും അമ്മാവനും ഇന്ന് ജയിലിലേക്ക് പോകും. എന്തായിരിക്കും ഗ്രീഷ്മയ്ക്കും അമ്മാവനും കിട്ടാൻ പോകുന്ന വിധി എന്നതും എന്തായിരിക്കും അതിന്റെ കുറ്റം എന്നതൊക്കെയുള്ള കാര്യങ്ങൾ ഇന്നറിയാൻ സാധിക്കും. കൂടുതൽ കാര്യങ്ങൾ ഇന്ന് അറിയാൻ കാത്തിരിക്കുകയാണ് എല്ലാവരും. ഷാരൂണിന്റെ ഭാഗത്ത് തന്നെയാണ് തെറ്റ്. അവൾ പോണമെങ്കിൽ അവൾ പോട്ടെ എന്ന് കരുതണമായിരുന്നു. ഇങ്ങനെയുള്ളവരെ പിടിച്ചു നിർത്തിയത് തന്നെയാണ് നിന്റെ ഭാഗത്തെ തെറ്റ് മോനെ എന്നാണ് എല്ലാവരും ഇപ്പോൾ ഷാരൂണിന് തന്നെ പറയുന്നത്. അഡീഷണൽ സെഷൻ ജഡ്ജ് AM ബഷീർ മുമ്പാകെ 3 ദിവസങ്ങളായി അന്തിമവാദം നടക്കുന്നുണ്ട്. ഒന്നാം പ്രതി ഗ്രീഷ്മയ്ക്കെതിരെ വിഷം കൊടുത്തതിനും കൊലപാതകത്തിന് അന്വേഷണത്തിന് തെറ്റിദ്ധരിപ്പിച്ചതിനും അതുപോലെ തന്നെ ചതിച്ചതിനും വഞ്ചന കുറ്റമൊക്കെ ചെലുത്താണ് ഇപ്പോൾ സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ VS വിനീത് കുമാർ വാദിച്ചത്. ഒന്നാം പ്രതി ഗ്രീഷ്മ, രണ്ടാം പ്രതി ഗ്രീഷ്മയുടെ അമ്മ സിന്ധു, മൂന്നാം പ്രതി ഗ്രീഷ്മയുടെ അമ്മാവൻ നിർമ്മൽ കുമാർ നായർ എന്നിവർക്കും തെളിവ് നശിപ്പിച്ച കുറ്റം തെളിഞ്ഞതായും പ്രോസിക്യൂട്ടർ വാദിച്ചു. വിഷം കൊടുക്കാൻ, കൊലപാതകം, അന്വേഷണ ഉദ്യോഗസ്ഥരെ തെറ്റിദ്ധരിപ്പിക്കൽ എന്നീ കുറ്റങ്ങളാണ് പ്രധാനമായി ഗ്രീഷ്മ ചെയ്തുവെന്ന് തെളിഞ്ഞതായി പറയുന്നു. സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ തന്നെയാണ് VS വിനീത് കുമാർ വാദിച്ചത്. ഗ്രീഷ്മയുടെ അമ്മ സിന്ധുവിനും അമ്മാവൻ നിർമ്മൽ കുമാർ നായർക്കുമെതിരെ തെളിവുകൾ നശിപ്പിച്ച കുറ്റം തെളിഞ്ഞതായും പ്രോസിക്യൂട്ടർ പറഞ്ഞിട്ടുണ്ട്. ഗ്രീഷ്മ ചതിച്ചെന്നും ഷാരോൺ സുഹൃത്ത് റെജിനോട് പറഞ്ഞതായി തന്നെ കേസിൽ നിർണായകമായി മാറി. ഗ്രീഷ്മ ചതിച്ചെന്ന് മരണത്തിന് 2 ദിവസം മുൻപ് തന്നെ ഷാരോൺ പറഞ്ഞിരുന്നതായി പിതാവ് ജയരാജ് പോലീസിനോട് പറഞ്ഞിരുന്നു. തന്നെ ചതിച്ചതാണെന്നും കഷായത്തിൽ എന്തോ കലക്കി തന്നെന്നും ഷാരോൺ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ വെച്ച് പറഞ്ഞിരുന്നു. എന്നാൽ ജയരാജിന്റെ മൊഴിയിൽ മാത്രമാണിത്. അവസാനത്തെ മരണമൊഴിയിൽ ഇദ്ദേഹം ഇതിനെക്കുറിച്ച് പറഞ്ഞിട്ടില്ല. എന്നാൽ ആത്മഹത്യാ പ്രവണത ഒന്നാം പ്രതി ആത്മഹത്യ ചെയ്യാനാണ് വിഷം നിർമ്മിച്ചതെന്ന് പ്രതിഭാഗം വാദിച്ചു. മുഖം കഴുകാനായി ബാത്റൂമിൽ കയറിയ സമയത്ത് ഷാരോൺ കഷായം കുടിച്ച ശേഷം വീട്ടിൽ നിന്നും പോയതാണെന്ന് വാദിക്കുകയായിരുന്നു ഇവരുണ്ടായിരുന്നത്. എന്നാൽ പലപ്പോഴായി ഗ്രീഷ്മ ഷാരോണിനെ കൊല്ലാൻ ശ്രമിച്ചതായി തന്നെ പിന്നീട് വാദത്തിൽ തെളിഞ്ഞു. 2022 ഒക്ടോബർ 14-ന് ഗ്രീഷ്മയുടെ വീട്ടിൽ വെച്ച് കഷായം കുടിച്ചതിനെ തുടർന്നാണ് മൂര്യങ്കര JP ഹൗസിൽ ജയരാജിന്റെ മകനും നെയ്യൂർ ക്രിസ്ത്യൻ കോളേജിലെ അവസാന വർഷ BSc റേഡിയോളജി വിദ്യാർത്ഥിയുമായ JP ഷാരോൺ എന്ന 23 വയസ്സുകാരൻ ദുരൂഹ സാഹചര്യത്തിൽ മരിച്ചത്. പാനീയം കഴിച്ച ഉടൻ ഛർദ്ദിക്കുകയും ചെയ്തു. തുടർന്ന് വൃക്കകളുടെയും മറ്റ് ആന്തരിക അവയവങ്ങളുടെയും ഒക്കെ പ്രവർത്തനം മോശമാവുകയും ചെയ്തു. പല ആശുപത്രികളിലും ചികിത്സ തേടിയ ശേഷം 19-ാം തീയതി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും 25-ാം തീയതി തന്നെ ഷാരോൺ മരിക്കുകയും ചെയ്തു. കുടുംബത്തിന്റെ പരാതിയിൽ അസ്വാഭാവിക മരണത്തിനും പാറശാല പോലീസും കേസെടുത്തു. തുടർന്ന് അന്വേഷണം ജില്ലാ ക്രൈംബ്രാഞ്ചിനും കൈമാറി. ഒക്ടോബർ 30-ന് ഗ്രീഷ്മ കുറ്റസമ്മതം നടത്തി. തൊട്ടടുത്ത ദിവസം പോലീസ് ഗ്രീഷ്മയെ അറസ്റ്റ് ചെയ്തു. ഇതിനിടെ പോലീസ് സ്റ്റേഷന്റെ ശുചിമുറിയിൽ നിന്ന് അണുനാശിനി കുടിച്ച് ഗ്രീഷ്മ ജീവനൊടുക്കാൻ ശ്രമിച്ചതും വാർത്തകളിലൊക്കെ ഇടം നേടിയ ഒന്ന് തന്നെയാണ്.